തെക്കൻ കേരളത്തിന്റെ ഗോത്രകാല തനിമയാണ് പടയണി. തപ്പിന്റെ ആസുര താളത്തിനൊപ്പം ദേശദേവതകൾ മുടികുത്തി തുള്ളയുറയുന്ന മറ്റൊരു പടയണിക്കാലത്തിന് കൂടി തിരശ്ശീല വീണു. പതിവ് പോലെ കടമനിട്ടക്കാവിലെ പടയണിയോടെയാണ് ഈ വർഷത്തെ പടയണിക്കാലത്തിന് പരിസമാപ്തിയായത്. ലോകത്തെവിടെയായാലും പടയണിക്കാലത്ത് നാട്ടിലെത്താൻ പത്തനംതിട്ടക്കാർ കൊതിക്കും. ഗോത്രാചാരത്തിന്റെ ഗൃഹാതുര ഓർമ്മകളുമായി ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. പടയണിയിൽ ചിട്ടകൾ രണ്ടാണ്. കവിയൂർ പടയണിയുടെ വടക്കൻ ചിട്ടയും കടമനിട്ടയുടെ തെക്കൻ ചിട്ടയും. ഇത് പ്രാക്തന ഗോത്രാചാരത്തിന്റെ തെക്കൻ ദൃശ്യപ്പൊലിമ, ആദിമമായ അമ്മ ദൈവാരാധനയുടെ താളപ്പെരുക്കം. ചേര രാജാക്കന്മാരുടെ യുദ്ധവിജയങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങിയ ആചാരമാണ് പടയണിയെന്ന് ഒരുപക്ഷം. ആദിയും വ്യാധിയും ബാധയും ഒഴിയാൻ ദേശഭഗവതിക്കാവുകളിൽ തുടങ്ങിയ കോലം തുള്ളലെന്ന് മറുപക്ഷം. ഏതായാലും കരവിരുതും കലയും താളപ്പൊലിമയും മെയ്വഴക്കവും സമഞ്ജസമായി വിടരുന്ന ദൃശ്യസമ്പന്നതയാണ് ഈ അനുഷ്ഠാന കലാചാരം. മധ്യ തിരുവിതാംകൂറിന്റെ വിശ്വാസവും ജൈവതാളങ്ങളും പടയണിക്കളങ്ങളിൽ പൊലിക്കുന്നു. പടയണിക്ക് തലേന്നാളെ കോലമെടുത്തു തുടങ്ങും. പ്രദേശത്തെ ചെറുപ്പക്കാർ ഒരു മനസ്സോടെ ഒത്തുകൂടും. കവുങ്ങിൻ പാളയുടെ പുറം പച്ചയും അകം വെള്ളയും, മഞ്ഞളരച്ച് മഞ്ഞ, എള്ളും മാവിലയും വാഴയിലയും വാട്ടി ചിരട്ടക്കരിയിലരച്ച് കറുപ്പ്, ചെങ്കല്ലരച്ച് ചാലിച്ച് ചുവപ്പ്, അങ്ങനെ വർണ്ണക്കൂട്ടൊരുക്കും. കലാചാര കരവിരുതിൽ കമുകിൻ പാളകൾ ദൈവക്കോലങ്ങളായി പരിണമിക്കുകയാണ്. അതിന് കുരുത്തോല കൊണ്ട് അലുക്കും അലങ്കാരങ്ങളും. ശിവൻ, ഗണപതി, മാടൻ, മറുത, പക്ഷി എന്നീ പഞ്ചകോലങ്ങളോടൊപ്പം ഭൈരവിയും കാലനുമെല്ലാം തയ്യാറാവുകയാണ്. കോലങ്ങൾക്കനുസരിച്ച് മുടിയുടെ വലിപ്പവും എഴുത്തും വ്യത്യാസപ്പെടും. പാള കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റ് കരകളിൽ പോയിട്ടാണ് പാള കൊണ്ടുവരുന്നത്. പാളയ്ക്ക് ഭയങ്കര ഷോർട്ടേജാണ്. ഈ വർഷം വളരെ ബുദ്ധിമുട്ടിയാണ് പാള നമ്മൾ സംഘടിപ്പിച്ചത്. മറ്റ് കരകളിൽ പോയിട്ട് വേറെ എല്ലാ സാധനങ്ങളും, കളറും, പാള, ഇതിലുപയോഗിക്കുന്ന ബ്രഷ്, അത് മടല്, കുരുത്തോലയുടെ മടല് ചെത്തിയെടുത്ത് അതിൻ്റെ അറ്റം ചതച്ച് അത് വെച്ചാണ് വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുപോലെ അലകാണ് ഇതിന് ചട്ടത്തിന് ഉപയോഗിക്കുന്നത്. ഒറ്റപ്പാളയിൽ തീർക്കുന്ന മുഖാവരണം മുതൽ 1001 പാളയിൽ തീർക്കുന്നവ വരെയുണ്ട്. കടമനിട്ടക്കാവിൽ 100 പാള വരെയുള്ള കോലങ്ങളുണ്ട്. കോലമെഴുത്ത് പൂർത്തിയായാൽ പിന്നെ എഴുന്നള്ളത്ത്. ചൂട്ടുകെട്ടുകൾ മിന്നിച്ച് താലപ്പൊലിവട്ടത്തിൽ കാവിലേക്ക്. തപ്പിന്റെ താളമാണ് പടയണിയുടെ ജീവൻ. മൂത്ത പ്ലാവിന്റെ വേരിലെ കാതലിൽ കടഞ്ഞ വളയത്തിൽ എരുമയുടെയോ പോത്തിന്റെയോ തോലൊട്ടിച്ചെടുത്ത അസുരവാദ്യമാണ് തപ്പ്. തപ്പുതാളത്തിൽ കോലപ്പാട്ടിനൊപ്പം പുലരും വരെ പടയണി കോലമേറ്റിയാടും. വൃക്ഷങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രക്രിയ, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കലയായതുകൊണ്ട് ആ വൃക്ഷത്തിൻ്റെ പുനരുജ്ജീവനം എന്ന രീതിയിലാണ് അടവി അവതരിപ്പിക്കുന്നത്. തപ്പുമേളത്തോടുകൂടി പടയണി ആരംഭിക്കും. പടയണി തപ്പുമേളത്തോടുകൂടി ആരംഭിച്ച് തപ്പ് കൊട്ടിൻ്റെ പകുതിയാകുമ്പോഴത്തേക്ക് താഴെ ഭാഗത്തു നിന്നാണ് കോലം വരുന്നത്. തീയിൽ വെച്ച് ചൂടാക്കി ഇലത്തൂപ്പ് തടവി തണുപ്പിച്ചാണ് തപ്പുതാളത്തിന് പാകമാക്കുന്നത്. കാച്ചിയ തപ്പ് അസുരവാദ്യവും പച്ചത്തപ്പ് ദേവവാദ്യവുമാണ്.
ധനുമാസത്തിൽ തെള്ളിയൂർക്കാവിൽ തുടങ്ങിയ പടയണിക്കാലത്തിന് മേടമാസത്തിൽ കടമനിട്ടയിൽ തിരശീല വീണിരിക്കുന്നു. ദ്രാവിഡ പെരുമയിൽ നാടിനെ കോർത്തെടുന്ന ഒരു പടയണിക്കാലം തികച്ച് ഇനി അടുത്തതിനായി നാളെണ്ണി കാത്തിരിപ്പ്. പത്തനംതിട്ട കടമനിട്ടയിൽ നിന്നും അഫ്സൽ രാജിനും സാരഥി ജലീലിനുമൊപ്പം ശ്രീരാജ് ബാബു, ന്യൂസ് മലയാളം, പത്തനംതിട്ട.